ഹേ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി പോകണത് എങ്ങോട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനാണ് പോണത്. എന്നിട്ടാണ് ഈ കഴിക്കണത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപോലത്തെ ആക്കിയതാണ്. ഡോർ ക്ലോസ്, ഫ്രണ്ടിലെ ലൈറ്റ് ഇടും. ഗൈസ്, ഇവിടെ ഇപ്പം ഉണ്ടായ ഭൂകമ്പം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂട്ടി ഉമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാണ്. എന്തിനാ പോണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടത്തിലൊരൊക്കെ ഗൾഫിലോട്ട് പോണ ഭാഗമായിട്ട് എല്ലാവരും അവിടെയാണ് കൂടുന്നത്. അപ്പൊ ഉമ്മയുടെ ചീത്ത കേട്ടിട്ടാണ് ഫഹദ് നേരത്തെ ഇരുന്ന് മോങ്ങിയിരുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ ഞങ്ങൾ 3 പേരും ബൈക്കിലാണ് പോയത്. ഫഹദ് തിരിഞ്ഞു നോക്കാത്തത് ഫഹദ് തെറ്റിയ കാരണമാണ്. നമുക്ക് പിന്നെ പണ്ടേ വഴി അറിയാത്ത കാരണം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോവല്. അപ്പൊ ഒരു അരമണിക്കൂറത്തെ യാത്ര ഉണ്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ ഗൂഗിൾ മാപ്പും പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. പക്ഷെ വഴി തെറ്റി. ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ ആയിരുന്നില്ല ആളെ വീട്. അങ്ങനെ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോയി നോക്കി. പക്ഷെ അതെല്ലാന്ന് മനസ്സിലായപ്പോ നേരെ തിരിച്ചിട്ട് ഞങ്ങൾ അവരെ വിളിച്ചു ചോദിച്ചു എവിടെ വീട് എന്ന്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരാളും കൂടി ഞങ്ങൾ വന്ന് വഴി കാട്ടിത്തരാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് ആളെ വണ്ടിയുടെ ബാക്കിൽ കയറ്റിയിരിക്കുകയും ചെയ്തു. ഒന്നും പറയാതിരിക്കണ്ട. അയ്യോ പേടി. വണ്ടി നിർത്താൻ പോയിക്കോ. അങ്ങനെ ഗൈസ്, അതിസാഹസികമായ റോഡിന് ശേഷം ഞങ്ങൾ ആളെ വീട്ടിലോട്ട് എത്തി. ഇതാണ് ആളെ വീട്. ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ കൂട്ടത്തിലുള്ള 2 ആൾക്കാരും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വീട് നമ്മളെ വീട് പോലെയാണല്ലോ, അതുകൊണ്ട് പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല, നേരെ അങ്ങോട്ട് കയറി. ഈ മണ്ടന ആളെ വീട്ടിലോട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ആള് വേഗം ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടി. പിന്നെ നമ്മൾ ഇടിച്ചു കയറുന്ന കാരണം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടും. അപ്പത്തിനും ആള് വേറൊരു മാക്സി ഇട്ടിട്ട് വന്നു. നമ്മളിവിടെ നിൽക്കുമ്പോ നമ്മൾ 2 ആളാണ് ഇവിടെ കിടക്കുക. അങ്ങനെ ഗൈസ്, ആ ഒരു കളി കഴിഞ്ഞതിന്റെ ചുമ്മാ നേരെ തുന്നാൻ വേണ്ടിയിട്ട് ഇരുന്ന്. നേരത്തെ മണ്ടേ ആളൊരു പാൻറ്റിന് സൈഡ് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് തുന്നി കൊടുക്കാൻ പറഞ്ഞപ്പോൾ തുന്നാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷെ ആളെ അടിയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ആ ഉപ്പ സെറ്റാക്കി തരുന്നു. പക്ഷെ അല്ല ഗൈസ്, അടിക്കല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നൂല് കൊളത്തമ്മ മറന്നുപോയി. പിന്നെ അമ്മക്ക് വയസ്സായില്ലേ, അപ്പൊ കണ്ണൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഫ്ലാഷ് അടിച്ചു കൊടുത്ത്. അങ്ങനെ ലാസ്റ്റ് ആ ഒരു നൂലിന് ആള് കയറ്റി. അങ്ങനെ ഒടുവിൽ കുറെ പരിശ്രമത്തിന് ശേഷം ആള് പാൻറ് നല്ല വൃത്തിക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നു. ആ മണ്ടി ആൾക്ക് നേരത്തെ ഇട്ട മാക്സി പോരായ്മ തോന്നിയ കാരണം ആള് വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് ഈ ട്രോഫിയൊക്കെ ആൾക്ക് കിട്ടിയതാന്ന് ആള് പറയാൻ വേണ്ടി പറഞ്ഞു. അത് കാരണം ഞാൻ അതിവിടെ മെൻഷൻ ആക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് നേരെ നോനി പറയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാലാണ് ഈ നോനി പറച്ചില്. അതിന്റെ ഇടയിൽ കൂടെ വേറൊരാളും കൂടി. അങ്ങനെ മൊത്തത്തിൽ അവരെല്ലാരും കൂടി ഒന്ന് നോനി പറയാൻ വേണ്ടി തുടങ്ങി. നോനി പറഞ്ഞ ഒരു അവസാനം ആയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരും കൂടി ടാറ്റ തരുന്ന ആളാണ് ഗൾഫിലോട്ട് പോണത്. അതിന്റെ ആളെ തൊപ്പി വെച്ചതൊക്കെ കണ്ടാൽ തോന്നുന്നു ഭയങ്കര ഈമാനായിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഈമാൻ കൂടിയ കാരണം ഒന്നല്ല. അതെന്തുകൊണ്ടാന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണാം നിങ്ങൾക്ക്. ആൻഡ് ഈ വാഴപ്പച്ച ഡ്രസ് ഇട്ട് വരുന്ന ആളാണ് നൗഷാദിക്ക. ആൻഡ് അതിന്റെ ബാക്കിയുള്ള ചെറിയ കുട്ടി ജുനൈദിക്കയാണ്. എന്താണ് വന്നിട്ട് 1 മണിക്കൂറായി, ഇതുവരെ ഒരു തുള്ളി വെള്ളമൊന്നുമില്ല. ഇവരെ വന്നപ്പോ കുട്ടി തടി കൂടുതലാണ്. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ വന്നപ്പോൾ ജ്യൂസ് തരാത്ത ആൾ അവര് വന്നപ്പോൾ ജ്യൂസൊക്കെ തന്ന്. അങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് അവർ ഫുഡൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കൊടുന്ന് വെച്ച ടൈമിലാണ് വേറൊരാളെ എൻട്രി. അത്ര ആ ടൈമിലേ വരുള്ളൂ ആള്. ആ തിരക്കാണ്, അത്രയും തിരക്കാണ്. ഇതാണ്ടാ ഈ ഒരു കാരണത്താലാണ് ആളാ തൊപ്പി വെച്ച് നടന്നിരുന്നത്. മാത്രല്ല അതിന്റെ ഇടയിൽ കൂടെ കുറെ ആൾക്കാർ വരാൻ വേണ്ടി തുടങ്ങി. ഇതൊരു മത്സരമായിട്ട് കാണരുത്. ഇത്
അങ്ങനെ അവരെല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. ഇനി ഇവര് ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഹാളിൽ കുറച്ച് പേരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ബാക്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടിയിരുന്നു. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. ഇതാണ് ഞങ്ങളെ ഷെഫ് കുമ്പിടി. ആരും എന്താ വെറുതെ സ്വന്തം വീടായി കരുതിയിട്ട് എല്ലാവരും ഫുഡ് നന്നായി ആത്മാർത്ഥമായി കഴിക്കൂ. നിന്നോടും കൂടിയിട്ടാണ് പറയണത്. ഇതൊരു മത്സരമായി കാണരുത്. ലൈറ്റ് ആയിട്ടാണ് വരിക. ഫസ്റ്റ് ഭക്ഷണം വിളമ്പണയിൽ ഉണ്ടാകുകയും ചെയ്യും. അമ്മായിമ്മ കയറ്റൂലെന്നല്ല, ചേട്ടൻ നോക്കട്ടെ പോണോക്ക് ഓരോ പീസും വലിയ ഇതിൽക്ക് എറിയണ പോലെ ആയി പോയി. കണ്ടാ ഒന്നിതാ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഇരുന്നതാണ്. ആന്നെ ആ പോട്ടെ കണ്ടാ. അങ്ങനെ ഗൈസ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ ഞാനൊരു ചിക്കൻ്റെ പീസ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഉമ്മ ഹെൽമെറ്റ് എടുത്ത് കയ്യിൽ തരുന്നത്. ഒരു കയ്യിലാണെങ്കിൽ ക്യാമറയും ഒരു കയ്യിലാണ് എൻ്റെ ചിക്കനും. എൻ്റെ കാട്ടിൻ്റെ കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു ഞാൻ. അങ്ങനെ ഉമ്മ ചിക്കനുള്ള കൈമാണ്ട് കുളത്തിട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഫഹദിനെ പോലെ കയ്യിലൊരു ചിക്കൻ എടുത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓനാണ് എൻ്റെ ഒരു 5-6 എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവരോട് യാത്ര പറഞ്ഞില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ ഓരോട് യാത്ര പറയാൻ വേണ്ടി ഞങ്ങൾ വേഗം ഉള്ളിലോട്ട് കയറി. ഗൈസ് കൈ എടുക്കാൻ വേണ്ടിട്ട് വലിയ കാര്യത്തിൽ നെട്ടിയതാണ്. പക്ഷെ ആളെ എന്നെ മൈൻഡാക്കിയില്ല. അത് നേരെ ആരും അറിയാത്ത പോലെ ഞാൻ അപ്പുറത്തെ ആൾക്ക് കൈ എടുക്കാൻ വേണ്ടി പോയി. റോഡ് നടന്നു കിട്ടിയാല് പിന്നെ അങ്ങനെ ഗൈസ് അവസാനം അവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. നമുക്ക് പിന്നെ പാതിരാത്രി ആണെങ്കിലും തീറ്റ മസ്റ്റല്ലേ, അത് കാരണം ഫഹദ് ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. അടുത്ത വീഡിയോ സെറ്റ് കൊണ്ട് കാണാം.